ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്ന് കൊച്ചുള്ളി കൊണ്ട് ഒരു അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനാദ്യമായിട്ട് നമ്മൾ കൊച്ചുള്ളി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാനായിട്ട് കടുക് വറക്കണം. അപ്പൊ നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി കറിയാണ്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി റെഡിയായി വരണം. കൂട്ടുകാരെ, കടുകെല്ലാം പൊട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള്. ഇനി നമുക്ക് വറ്റൽമുളക് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മള്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കണ്ട് ഒന്ന് കളർ മാറി വരുന്നുണ്ടോ, ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞ് നമുക്കിനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂണ് ഉലുവാപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പൊ കുറച്ചിട്ടാൽ മതി, പിന്നീട് നമുക്ക് ഉപ്പ് ആവശ്യത്തിനിടാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ആയി കിട്ടണം കൂട്ടുകാരെ. ആണ്ടാ, മിക്സ് ആവും തോറും കളർ മാറി വരുന്നുണ്ട, മഞ്ഞ കളർ വരുന്നുണ്ട. മൊത്തത്തിലൊന്ന് മിക്സായി ഒന്ന് റെഡിയായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3 സ്പൂണ്. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 3 സ്പൂൺ ഇടുന്നത്. നിങ്ങൾ സ്പൂണിനെ അനുസരിച്ച് ഇടുക. ഇതിനൊക്കെ 3 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കൂട്ടുകാരെ, ഇത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ മൊത്തം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആയിട്ട് വരണം. കണ്ട മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പുളിയും എല്ലാവരും ഒന്ന് മിക്സ് ആയിട്ട് വരണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, ഇനി നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നാൽ മതി. നമ്മുടെ കറി റെഡിയാവും. അങ്ങനെ തിളച്ച് വന്നിരിക്കുകയാണ് കൂട്ടുകാരെ നമ്മുടെ കറി. ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.